സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഈനോ ബേക്കിംഗ് സോഡ ഇതൊന്നും ചേർക്കാണ്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റെഡിയാക്കാൻ പോണേ. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 സവാള നീളനെ മുറിച്ചത്, 1 ക്യാരറ്റ് നീളനെ മുറിച്ചത്. കുറച്ച് വേവിക്കില്ല, ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. സവാളയും ക്യാരറ്റും വാടി തുടങ്ങി. ഈ സമയത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഈ പൊടിയുടെ പച്ചമണം ഒന്ന് പോട്ടെ. 1/4 ഭാഗം ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഇപ്പോൾ ലാസ്റ്റ് ഇടണം കേട്ടോ. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മിക്സ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. 1 കപ്പ് പച്ചരി എടുത്ത് 4 മണിക്കൂർ കുതിർത്തി വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് വെച്ചേക്കുന്നതാണ്. അത് അരിയുടെ കൂടെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല തിക്ക് ബാറ്ററായിട്ട് അരച്ചെടുത്തിട്ട് വരും. അരച്ച ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പകുതി സവാള, പകുതി തക്കാളി എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. വെള്ളയിൽ അതും സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മാവ് ഈ സ്പ്രെഡ് ചെയ്ത ജീരകത്തിൻ്റെ എള്ളിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അടച്ച് വെച്ച് ഇതിൻ്റെ മുൾഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. മുൾഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ക്യാരറ്റും സവാളയുടെ ഒക്കെ മിക്സ് ഇല്ലേ, അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. അടച്ച് വെച്ച് മുൾഭാഗം വേവിച്ചെടുക്കാം. മുൾഭാഗം വെന്തുണ്ട്. ഇങ്ങനെ മറിച്ചിടുമ്പോൾ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഇത് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് പ്ലേറ്റിൽ നിന്ന് നമുക്ക് തവയിലേക്ക് മറിച്ചിടാം. പ്ലെയിൻ സിമ്മിലാണ് ഇട്ട് വെച്ചേക്കണം. അതുപോലെ ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് മറിച്ചിടാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയിട്ട്, ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളും. ഇനി അടച്ച് വയ്ക്കൊന്നും വേണ്ട. അടിഭാഗം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം അടിഭാഗം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് ഒരെണ്ണം മതി. വീട്ടിൽ 2-3 പേർക്ക് വയറ് നിറയാനായിട്ട്. ഇതിന് സൈഡ് ഡിഷായിട്ട് ഒന്നും വേണമെന്നില്ല. നല്ല അടിപൊളി ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.